Hi everyone, today we are going to take the topic process of performance appraisal. So last class നമ്മൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ കണ്ടു. ഇന്ന് നമുക്ക് എന്താണ് അതിൻ്റെ സ്റ്റെപ്പ്, എങ്ങനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഷുഡ് ബി സെറ്റ്. ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യണം. And performance appraisal consists of a series of steps. You can see it in the board. Step-by-step process. It consists of 6 steps. The first one is establishing performance standards. Performance standard set cheyanalana first step. And after that, communicating these standards and expectations. Third point is measuring the actual performance. Fourth step, comparing the actual performance with the standard set. Fifth, discussing the result, that is, it is providing the feedback. And the last step is decision making, that is taking corrective action. ഇങ്ങനെ 6 സ്റ്റെപ്പാണ് പെർഫോമൻസ് അപ്രൈസലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് യു ഹാവ് ഓൾറെഡി ഹേർഡ് ഇറ്റ് ഇൻ കൺട്രോളിങ് സ്റ്റെപ്സ്. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ മാനേജ്മെന്റ് പഠിച്ചപ്പോൾ അതിൽ കൺട്രോളിങ് എന്നുള്ളൊരു ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുക, ഡീവിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റ് അറിയിക്കുക, കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. ദീസ് ടൈപ്പ് ഓഫ് കൺട്രോളിങ് തന്നെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, ആ പെർഫോമൻസും അവരുടെ ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുക, നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അത് മാനേജ്മെന്റിനെ അറിയിച്ച് കറക്റ്റീവ് ഡിസിഷൻ എടുക്കുക. ഓക്കെ, സോ വി ക്യാൻ സീ ഡീറ്റെയിൽ വൺ ബൈ വൺ സ്റ്റെപ്പ്. The first point is establishing performance standards. The first step in the process of performance appraisal is establishing the standards, and these standards can be used as a basis or criteria to compare the actual performance of the workers. വർക്കേഴ്സിന്റെ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ്. And the step requires the setting of criteria to judge the performance of the employees as successful or unsuccessful. എംപ്ലോയിയുടെ പെർഫോമൻസ് നടന്നു കഴിയുമ്പോൾ അത് സക്സസ്ഫുൾ ആയിരുന്നോ അതോ അൺസക്സസ്ഫുൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയ അഥവാ ബേസ് ആണ് ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയല്ല, ആൻഡ് ഓൾസോ ടു ചെക്ക് ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ദ എംപ്ലോയി ടു ദ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോളിലേക്കും ഒബ്ജക്റ്റീവ്സിലേക്കും എത്രത്തോളം ഒരു വർക്കർ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നറിയാനുള്ള ബേസ് ആയിട്ടും ഈ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ദി സ്റ്റാൻഡേർഡ് സെറ്റ് ഷുഡ് ബി ക്ലിയർ, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഇൻ മെഷറബിൾ ടേംസ്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കണം, ആർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാകാവുന്നതായിരിക്കണം, അതോടൊപ്പം തന്നെ മെഷർ ചെയ്യാവുന്നതായിരിക്കണം. ഓക്കെ, ആൻഡ് ഇൻ കേസ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി കനോട്ട് ബി മെഷേർഡ്. ഇപ്പം ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂ കെയർ ഷുഡ് ബി ടേക്കൺ ഫോർ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ, ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം 8 hours കൊണ്ട് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണത്. അപ്പം ആ 100 യൂണിറ്റ് എന്നുള്ളത് മെഷറബിൾ ആണ് അല്ലേ. അപ്പം നമുക്ക് 8 മണിക്കൂർ കഴിയുമ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക, 100 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ 100 കുറവാണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. നമുക്ക് എളുപ്പമാണ് ചെക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ചിലതുണ്ടാവും നമുക്ക് എന്താണ്, ഇപ്പോൾ ടീച്ചേഴ്സിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. എത്രത്തോളം സർവീസ് തന്നു, എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ. അപ്പം അങ്ങനെയുള്ള കേസിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. Okay, so that is the first point, setting of standards. Second one is communicating the standards and expectations. Organization criteria or standard determine ചെയ്തു. So after determining the criteria or standard of performance, it must be communicated to employees. ആരെ അറിയിക്കണം, നമ്മുടെ മനസ്സിലുണ്ടായാൽ മതിയോ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി വർക്കേഴ്സ്. ആൻഡ് എംപ്ലോയി ഷുഡ് ബി ഇൻഫോംഡ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഷുഡ് ബി ക്ലിയർലി എക്സ്പ്ലെയിൻ ടു ദി എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനോടും അവരിൽ നിന്ന് എക്സ്പെക്ടേഷൻ എന്താണ്, അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്
ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. This will help them to understand their role and to know what should the standard should also be communicated to the appraisers and evaluators, and if required it should be modified at the stage of itself according to the relevant feedback from the employees or the evaluator. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ പിന്നെ ചെയ്യേണ്ടത് എംപ്ലോയീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അവർക്ക് അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ റോൾ എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇത് തന്നെ ആരെ അറിയിക്കണം? ഇവാലുവേറ്റേഴ്സിനെയും. അപ്രൈസൽ നടത്തുന്ന വ്യക്തികൾ ആരാണോ അവർക്ക് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ആ മൊമെന്റിൽ തന്നെ അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ അതൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടെ വരുത്തിയിരിക്കാം. സോ ദ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് ഈസ് മെഷറിങ് ദ ആക്ച്വൽ പെർഫോമൻസ്. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, ഇതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ അറിയിച്ചു. ഇനി എന്ത് ചെയ്യണം? The most difficult part of performance appraisal process is measuring the actual performance of the employees. That is the work done by the employee during the specified period of time. ആ കറക്റ്റ് ടൈമിൽ ഓരോ എംപ്ലോയിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് മോണിറ്ററിങ് ഓഫ് ദ പെർഫോമൻസ് ത്രൂ ഔട്ട് ദി ഇയർ. നമ്മൾ ഒരിക്കൽ നിർത്തി ചെയ്ത് അവസാനിപ്പിക്കുകയല്ല, ത്രൂ ഔട്ട് ദി ഇയറിൽ ആ എംപ്ലോയി ചെയ്യുന്ന വർക്കിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. This stage requires the careful selection of the appropriate technique of measurement, taking care that personal bias does not affect the outcome of the process and providing assistance rather than interfering in employee's work. ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതിനിടയിൽ അയാൾ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതിനിടയിൽ കയറുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് അയാളുടെ ആക്ച്വൽ പെർഫോമൻസ് എത്രയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യലാണ് ഈ ഒരു തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. എന്താണ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എംപ്ലോയീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തു. ഇനി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എന്താ ചെയ്യേണ്ടത്? കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് സെറ്റ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡും ഇവരുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 മന്ത് കൊണ്ട് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ 1 മന്ത് അവർ ആക്ച്വലി എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു, മെഷർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആക്ച്വലി മെഷർ ചെയ്ത് വെച്ചേക്കണതും ആൾക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്യുക. സോ such a comparison will help to highlight the deviation of actual performance from the desired standard. നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിൽ നിന്നും എന്തെങ്കിലും ഡീവിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു കമ്പാരിസൺ സഹായിക്കും. ആൻഡ് ദി റിസൾട്ട് മേ ബി either പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചില സമയത്ത് എന്താവാം? ഡീവിയേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആവാം, നെഗറ്റീവ് ഡീവിയേഷൻ ആവാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആണ്, നമുക്ക് നല്ലതാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആണ്. ഫോർ എക്സാമ്പിൾ 1 മന്ത് കൊണ്ട് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തേക്കണേ. ആക്ച്വല് 1002 യൂണിറ്റ് ആണ് ആൾ പ്രൊഡ്യൂസ് ചെയ്തേക്കണേ. അപ്പൊ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്, അതിനേക്കാൾ 2 യൂണിറ്റ് കൂടുതലാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കണേ. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡീവിയേഷൻ. നല്ലതാണത് അല്ലേ? സോ ഇഫ് ദ ആക്ച്വൽ പെർഫോമൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസൈർഡ് സ്റ്റാൻഡേർഡ്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡീവിയേഷൻ. ദ നെക്സ്റ്റ് വൺ, നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് എപ്പോഴും ഉണ്ടാവുക? 1000 വേണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തു, 998 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനേ എംപ്ലോയിക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ്? എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറവാണ്. ആക്ച്വൽ പെർഫോമൻസ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് സെറ്റ്, ഇറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇങ്ങനെ 2 ഡീവിയേഷൻ ആണ് ഉണ്ടാവണേ. അപ്പൊ അത് നമ്മൾ കമ്പയർ ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഡിസ്കസിങ് ദ റിസൾട്ട് ഓർ ഫീഡ്ബാക്ക്. അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. The result of the appraisal must be communicated and discussed with the employee on one-to-one basis. ഇപ്പൊ നമ്മൾ നോക്കി, നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നു, എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറഞ്ഞത് എന്നുള്ള കാര്യം എംപ്ലോയി ആയിട്ട് ഡിസ്കസ് ചെയ്യുക. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അത് നല്ലതാണെന്നും നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും the result of the performance appraisal should be communicated to the employees one-to-one basis. The result
Not only the deviation but also the reasons for such deviation are analyzed and discussed with the employees. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യണത് ഡീവിയേഷൻ ഉണ്ടെന്ന് മാത്രമല്ല, ആ ഡീവിയേഷൻ വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ദ ഡിസ്കഷൻ വിൽ എനേബിൾ ദ എംപ്ലോയി ടു നോ ദെയർ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ ആ ഡിസ്കഷൻ കൊണ്ടുള്ള ഗുണം എന്താണ്? എംപ്ലോയീസിന് അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്, എവിടെയാണ് ഞാൻ സ്ട്രോങ് ആയിട്ടുള്ളത്, എവിടെയാണ് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് വീക്ക് ആയിട്ടുള്ളത്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് റെഡ്യൂസ് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇൻഡിവിജ്വലിന്, ആ ഒരു വർക്കറിന് സാധിക്കും. ദ ഫീഡ്ബാക്ക് ഷുഡ് ബി ഗിവൺ ഇൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാതെ പറ്റില്ലെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദ ഫീഡ്ബാക്ക് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താ കാരണം? അവരെ വളരെ നിശ്ചിച്ചിട്ടായിരിക്കരുത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ തിരുത്തണം, അടുത്ത ഔട്ട്പുട്ട് ആകുമ്പോഴേക്കും അതിൽ കറക്ഷൻ വരുത്തണം എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. കാരണം ഇറ്റ് വിൽ അഫക്റ്റ് ദി എംപ്ലോയീസ് ഫ്യൂച്ചർ പെർഫോമൻസ്. ഭാവിയിലേക്ക് അവരുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡിലായിരിക്കണം കൊടുക്കണേ. അത് തന്നെയല്ല, ദിസ് ഷുഡ് ബി ഹാൻഡിൽഡ് വെരി കെയർഫുള്ളി. ആ ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളത് അത്രയും കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇറ്റ് മേ ലീഡ് ടു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാൻഡിൽഡ് പ്രോപ്പർലി. അങ്ങനെ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്തായി? ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആയില്ലേ? അവരുടെ വർക്കേഴ്സിന്റെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് വളരെയധികം, ചിലപ്പോൾ ഭയങ്കര കരച്ചിലാവും, ചിലപ്പോൾ അവർക്ക് എന്തോ ഒരു വല്ലാത്ത മാനസിക സംഘർഷം വരും. അപ്പം അതുകൊണ്ട് അത്രയും കെയർഫുൾ ആയിട്ട് കൊടുക്കും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഡീവിയേഷൻ അവരെ അറിയിച്ചു. ഇനി എന്താണ്? കറക്റ്റീവ് ആക്ഷൻ. കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഫോർ മേക്കിംഗ് ഡിസിഷൻ about the employees without any bias by the HR manager. പേഴ്സണൽ ബയസ്, പക്ഷഭേദമൊന്നും ഇല്ലാതെ എല്ലാ എംപ്ലോയീസിനും അവരുടെ കറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പെർഫോമൻസ് അപ്രൈസലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇനി അവരുടെ ഭാഗത്ത് ഒരു വീക്ക്നെസ് ഉണ്ട്, ഡീവിയേഷൻ വന്നു, ഇനി എന്ത് ചെയ്യാം? ഹൗ ടു ഓവർകം ദാറ്റ്, എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് HR മാനേജർ ഡിസൈഡ് ചെയ്യും. അതിന് കൊടുക്കാവുന്ന മെയിൻ മെത്തേഡ്സ് ആണ് എന്താണ്? കോച്ചിങ്, ട്രെയിനിങ്, കൗൺസിലിംഗ് എക്സെട്ര ക്യാൻ ബി കണ്ടക്ടഡ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. വേണമെന്ന് തോന്നിയാൽ അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാം, സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാം. ഇനി അതല്ല, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ വർക്കിന്റെ പുതിയ മെത്തേഡ്സിനെ പറ്റിയിട്ടുള്ള പുതിയ ട്രെയിനിങ്ങുകൾ, റിഫ്രഷർ കോഴ്സുകൾ കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുക. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, കറക്റ്റീവ് ആക്ഷൻ. ഡിസിഷൻ മേക്കിംഗ് ബൈ HR മാനേജർ അബൌട്ട്, അത് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എംപ്ലോയിയുടെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ, പിന്നെ സാലറി ഇൻക്രിമെന്റ്, ഓൾ ദീസ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ദിസ് പെർഫോമൻസ് അപ്രൈസൽ. സോ ഡ്യൂ കെയർ ഷുഡ് ബി ടേക്കൺ വൈൽ കണ്ടക്ടിങ് ഓൾ ദ പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് പ്രോസസ്സിൽ പഠിക്കണേ. ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ.